LP-UP 2027 എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഓരോ ടോപ്പിക്കുകളായിട്ട് ഓർഡറായിട്ട് നമ്മൾ ഈ ചാനൽ വഴി നൽകുന്നതായിരിക്കും. LP-UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചലനം എന്ന് പറയുന്ന നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൻ്റെ അകത്ത് നമ്മുടെ സിലബസ് LP എക്സാമിൻ്റെയും UP സ്കൂൾ ടീച്ചറിൻ്റെയും സിലബസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചലനമാണെന്ന് പറഞ്ഞു. ഇനി ചലനം എന്നുള്ള ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സാണ് അതിൻ്റെ കൂടെ നോക്കി പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ചലനം, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ എന്നാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കേണ്ടത് 6ാം ക്ലാസ്സിലെ പാർട്ട് 2 വരുന്ന ചാപ്റ്റർ 8 ആണ്, ചലനം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. പിന്നെ ക്ലാസ് 8 വരുന്നത് പാർട്ട് 1 ചാപ്റ്റർ 2 ചലനവും ബലവും. പിന്നെ ക്ലാസ് 9 ചാപ്റ്റർ 2 ഉണ്ട്, ചാപ്റ്റർ 3 ഉണ്ട്, ചലന സമവാക്യങ്ങൾ, ചലന നിയമങ്ങൾ. ഇത്രയും SCERT ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ കൂടെ പഠിച്ചു പോകാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചലനം എന്ന് പറയുന്ന ടോപ്പിക്ക് ഏത് വിഷയത്തിൻ്റെ കീഴിലാണ് വരുന്നതെന്ന് ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. നമ്മുടെ ഫിസിക്സിൻ്റെ കീഴിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ചലനം എന്ന് പറയുന്നത്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് പേടിയുള്ള ഒരു വിഷയമാണ്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ എന്താണ് ചലനം എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴാണ് ഒരു വസ്തു ചലനത്തിലാണെന്ന് പറയുന്നത്. അതിനുള്ളൊരു ഡെഫിനിഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ചുറ്റുപാടുകൾക്കും സമയത്തിനും അനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ വസ്തു ചലനാവസ്ഥയിൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ചുറ്റുപാടുകൾക്കും സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ വസ്തു ചലനാവസ്ഥയിൽ, അല്ലെങ്കിൽ വസ്തു നിശ്ചലാവസ്ഥയിൽ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഒരു പുഴയുണ്ടെന്ന് വിചാരിക്കാം. ഒരു പുഴയിലൂടെ ഒരു ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോട്ടിനകത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഈ ബോട്ട് ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും അറിയാം ബോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ട് ചലനാവസ്ഥയിലാണല്ലേ. അപ്പോൾ നമുക്കത് എന്തായാലും അറിയാം. ആ ബോട്ട് ചലനാവസ്ഥയിലാണ് നമ്മളെങ്ങനെയാണ് പറഞ്ഞത്? ഈ ചുറ്റുപാടുകളെ അപേക്ഷിച്ച്, പുഴേനെയും അതിൻ്റെ ബാക്കിയുള്ള ചുറ്റുപാടുകളെ അപേക്ഷിച്ച്, ഇവിടെ പുറകിൽ ഇവിടെ ഒരു മലയുണ്ട്, ഇവിടെ കുറേ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ബോട്ട് മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഈ വസ്തുവിനൊരു സ്ഥാനമാറ്റം ഉണ്ടായി, അതായത് ഈ വസ്തു ചലിച്ചു എന്ന് നമുക്ക് പറയാം. അതാണ് ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ബോട്ട് ചലിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒരു സംശയം, കുറച്ച് പേർക്ക് സംശയം, ഞാനിപ്പം ചോദിക്കുന്നു ഈ ബോട്ടിലുള്ള ആൾ ചലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്കെങ്കിലും സംശയം വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾ ചലിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇയാൾ ചലിക്കുന്നില്ല, അല്ലേ? അപ്പോൾ ബോട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് ചലനമില്ല. പക്ഷെ നമ്മൾ ചുറ്റുപാട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇയാൾ മൂവ് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വസ്തുവിനെ അപേക്ഷിച്ചിട്ടാണ് ഈ മൂവ്മെൻറ്റ്, ചലനം എന്നുള്ളത് പറയുന്നത്. എപ്പോഴും ഒരു അവലംബക വസ്തുവിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയാം. അവലംബക വസ്തു, നമ്മൾ ഏത് വസ്തുവിനെയാണോ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അതിനെയാണ് അവലംബക വസ്തു എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഒരു അവലംബക വസ്തുവിനെ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു സാധനം മൂവ് ചെയ്യുന്നുണ്ടോ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് പറയാം. ഇനിയിപ്പം ഞാനിവിടെ ഈ പെൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെന്ന് മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും മൂവ് ചെയ്യുന്നില്ല, അത് നിശ്ചലാവസ്ഥയിലാണെന്ന് പറയല്ലേ. പക്ഷേങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്ക്, ഇത് സൂര്യൻ, ഇതിന് ചുറ്റും ഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം, അല്ലേ? ഇവിടെ ഭൂമി ഉണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ ചൊവ്വ ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി ഞാൻ ഈ ഭൂമിയിലാണ് നിൽക്കുന്നത്, എൻ്റെ കയ്യിലാണ് ഈ പെന്നുള്ളത്. അപ്പോൾ ഒരാൾ ചൊവ്വയെന്ന് നോക്കുകയാണെങ്കിൽ ഭൂമി ഇങ്ങനെ സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. സൂര്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി ഇറങ്ങുന്നുണ്ട്, ഭൂമിയിലുള്ള ഞാൻ പോകുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള പേനയും കൂടെ കറങ്ങുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ചന്ദ്രൻ എന്നൊരാൾ നോക്കുകയാണെങ്കിൽ പോലും ഭൂമി മൂവ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ ഏത് വസ്തുവിനെ അപേക്ഷിച്ചിട്ടാണോ നോക്കുന്നത് അതിനനുസരിച്ചിരിക്കും ഈ ചലനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അവലംബക വസ്തുവിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് റെഫറൻസ് ബോഡി എന്നാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ചലനത്തെ നമുക്ക് എന്ത് പറയാം? ചലനം ആപേക്ഷികമാണ് എന്ന് പറയാം.
ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ. അവലംബക വസ്തു പഠിച്ചു. നമുക്കിത് വെച്ചിട്ട് പറയാം ചലനം ആപേക്ഷികമാണ്. ആപേക്ഷികം. അപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ അപേക്ഷിച്ചിട്ടാണ് വേറൊരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. ഇനി ഈ ചലനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പഠനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. കുറച്ച് പഠനശാഖകൾ. അപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചലനാവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ പറയുന്നത് പൊതുവെ ഡൈനാമിക്സ് എന്നാണ് പറയാം. നിശ്ചലാവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയാ? സ്റ്റാറ്റിക്സ് എന്നല്ലേ? കുറച്ചു പേർക്കെങ്കിലും അറിയായിരിക്കും സ്റ്റാറ്റിക്സ്. അതുപോലെ നമ്മൾ ചലനാവസ്ഥയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് ഡൈനാമിക്സ്. പരീക്ഷണമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി പുറത്ത് മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ പറയുന്നത് ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം കൂടിയുണ്ട്. അപ്പം അതിനെ പറയുന്നത് കൈനമാറ്റിക്സ് എന്നാണ്. ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളെ കുറിച്ച് പറയുന്നത് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്നോ ഒക്കെ എഴുതാം. ഓക്കെ. ഇനി നമ്മൾ ഈ ചലനം എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണല്ലോ നമ്മൾ ചലനം എന്ന് പറയാം. അപ്പം ഈ ചലനത്തിന് ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് മോഷൻ വരുമ്പോൾ നമ്മൾ അതിനെ എന്താ പറയുന്നത്? ഘർഷണം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പം ഈ ഘർഷണ ബലത്തെക്കുറിച്ചും, ഘർഷണം എന്ന് പറഞ്ഞാൽ പൊതുവെ ചലനത്തെ എതിർക്കുന്ന ഒരു ബലം. ഇപ്പം ഈ വസ്തു ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു സർഫസിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സാധനം, ഒരു ബലം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളതിനാണ് ഘർഷണ ബലം എന്ന് പറയാം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബലം. ഓക്കെ. അപ്പോൾ ഈ ഘർഷണ ബലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചലനത്തെ എതിർക്കുന്ന ബലത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ പറയുന്നത് ട്രൈബോളജി. ഇത് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ട്രൈബോളജി. ഘർഷണത്തെക്കുറിച്ചുള്ള ചലനത്തെ എതിർക്കുന്ന ഘർഷണം കുറക്കാനുള്ള വഴികൾ, ഓക്കെ, എന്തൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതിനെക്കുറിച്ചാണ് ഈ ട്രൈബോളജി എന്ന് പറയുന്നത്. ചോദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി. ഈ ഡൈനാമിക്സും സ്റ്റാറ്റിക്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അതും കൂടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതാണ് ദൂരവും സ്ഥാനാന്തരവും. അത് എളുപ്പമുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ദൂരം എന്ന് പറഞ്ഞാൽ വസ്തു സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു വസ്തു ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു വസ്തു ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ഥലം. ഇനി ഇവിടുന്ന് അടുത്തൊരു സ്ഥലം ഇത് എ എന്ന് പറയുന്ന വസ്തു അല്ല, ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. എ എന്ന് പറയുന്നൊരു പോയിന്റ്, ഇത് ബി എന്ന് പറയുന്നൊരു പോയിന്റ്. അപ്പോൾ ഈ ഒരു വസ്തു ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ബിയിലെത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് സഞ്ചാരപാത. ഇതിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുന്നു. പോയി അയാൾ ബിയിലെത്തിയെന്ന് വിചാരിക്കാം. ഇവിടെ എത്തി. അപ്പോൾ അയാൾ എത്ര ദൂരം സഞ്ചരിച്ചു നമ്മൾ എങ്ങനെയാ പറയാ? ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം അതല്ലേ പറയാം. സഞ്ചരിച്ച പാതയുടെ ആകെ എത്ര നീളം എന്നല്ലേ നമ്മൾ പറയാം. നമ്മളൊരു ഒരു കയർ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നോക്കും, അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ നീളം അളക്കും, അങ്ങനെയല്ലേ? അപ്പോൾ തുടക്കം തൊട്ട് ഒരു വസ്തു സഞ്ചരിക്കുന്ന പാതയുടെ ആകെയുള്ള നീളത്തിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയാം, ആകെ നീളം. എന്നാൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാലോ, ഇതേ സ്ഥലം തന്നെ നമുക്ക് എടുക്കാം. എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്. ഒരു വസ്തു സഞ്ചരിക്കുകയാണ്, എ എന്ന് ബിയിലേക്ക് പോവാണ്. പക്ഷേ ആ വസ്തു പോകുന്നത് വരച്ചപ്പോൾ കുറച്ച് വളഞ്ഞു പോയതേ ഉള്ളൂ. നേർരേഖയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നേർരേഖയിലുള്ള ആ ഒരു നീളത്തിനെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. നേർരേഖയിലുള്ള ആ ഒരു ദൂരത്തിനാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇത് ആദ്യസ്ഥാനം മുതൽ അന്ത്യസ്ഥാനം. ഇത് നമുക്ക് ആദ്യസ്ഥാനം എന്ന് വിളിക്കാം. ഓക്കെ. സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് ആദ്യസ്ഥാനം എന്ന് വിളിക്കാം. ആദ്യസ്ഥാനം. ഇത് അന്ത്യസ്ഥാനം. ഓക്കെ. അപ്പോൾ ആദ്യസ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖാ ദൂരത്തിനാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയാം. ഓക്കെ. ദൂരം എന്ന് പറഞ്ഞാൽ ആ വസ്തു സഞ്ചരിച്ച ആകെയുള്ള അത്ര നീളത്തിൽ അത് പോയി, അതാണ് ദൂരം. ആദ്യസ്ഥാനം തൊട്ട് അന്ത്യസ്ഥാനം വരെ നേർരേഖയിലൂടെ എത്ര ദൂരം പോയി എന്നുള്ളതാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ. ആ പോയിന്റ് ക്ലിയർ ആയല്ലോ. അതിൻ്റെ നീളത്തിൻ്റെ യൂണിറ്റ് നമ്മൾ എന്താ പറയുക? യൂണിറ്റ് മീറ്റർ. നമ്മൾ ഫോർ എക്സാമ്പിൾ മീറ്ററോ കിലോമീറ്ററോ ഒക്കെയാണ്, പക്ഷേ SI യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് മീറ്ററാണ്. അപ്പം നമ്മൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പറയും ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചു എന്ന് വെച്ചാൽ എന്താ? കൊല്ലം തൊട്ട് തിരുവനന്തപുരം വരെ ഇത്ര നീളമുണ്ട് അല്ലേ, ഇത്ര ദൂരമുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് കിലോമീറ്ററിൽ പറയാം, മീറ്ററിൽ പറയാം, പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പറയുന്നത് മീറ്റർ ആണെന്ന് മാത്രം. ഇതിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ്
മീറ്റർ തന്നെയാണ്. ഇനി നമ്മൾ ഈ ദൂരത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചു. ഓക്കെ, ഒരു ഫോർ എക്സാമ്പിൾ ഒരു 50 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചു. അങ്ങനെ 50 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 50 കിലോമീറ്റർ ഒരു ഒരു പറശ്ശിനിക്കടവ്, കണ്ണൂർ എന്ന് പറയുന്ന 2 സ്ഥലം, ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കും. 30 കിലോമീറ്റർ കിഴക്കാണ് സഞ്ചരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ദൂരത്തിൻ്റെ കൂടെ പൊതുവെ ദിശ പറയാറില്ല അല്ലേ, നമ്മൾ ജസ്റ്റ് ഇത്ര മീറ്റർ ഇത്ര കിലോമീറ്റർ എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൂരത്തിന് അദിശ അളവെന്നാ പറയാം. അദിശം. ഓക്കെ, ദിശ പറയേണ്ട കാര്യമില്ല ദൂരത്തിൻ്റെ കൂടെ. പക്ഷെ സ്ഥാനാന്തരത്തിൻ്റെ കേസ് അങ്ങനെയല്ല, നമ്മൾ ദിശ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദിശ പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിതിനെ സദിശ എന്നാ പറയാം. സദിശ അളവാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്, സദിശ അളവാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട്, ഓക്കെ, ഇത് കിഴക്ക് വശത്തേക്ക്. ഓക്കെ, നമ്മളപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ കാര്യത്തിൽ ദിശ പറയേണ്ടതായിട്ടുണ്ട്. ദൂരത്തിന് ദിശ പറയേണ്ട, സ്ഥാനാന്തരം പറയുമ്പോൾ ദിശ പറയണം. പിന്നെ ദൂരം എപ്പോഴും പോസിറ്റീവാണ്. എപ്പോഴും ദൂരത്തിൻ്റെ അളവ് പോസിറ്റീവ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എപ്പോഴെങ്കിലും -50 കിലോമീറ്റർ, -25 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് വാല്യൂ നമ്മൾ എവിടെയെങ്കിലും കാണാറുണ്ടോ? ഇല്ല, എപ്പോഴും പോസിറ്റീവ് വാല്യൂ ഉണ്ടാവുള്ളൂ. പക്ഷെ സ്ഥാനാന്തരം അങ്ങനെയല്ല. സ്ഥാനാന്തരം പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും, സീറോയും വരും. അപ്പോൾ അതെങ്ങനെയാണെന്നൊരു സംശയം വന്നില്ലേ? ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാവേ. ഒരു വസ്തു ഇങ്ങോട്ട് സഞ്ചരിക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. അത്രേ ഉള്ളൂ. മേലോട്ട് സഞ്ചരിക്കുന്നത് പോസിറ്റീവായിട്ട് എടുത്താൽ താഴോട്ട് സഞ്ചരിക്കുന്നത് നെഗറ്റീവായിട്ട് എടുക്കും. അത്രേ ഉള്ളൂ അതിൻ്റെ കേസ്. ഓക്കെ, പോസിറ്റീവ് വരും, സ്ഥാനാന്തരം നെഗറ്റീവ് വരും. പിന്നെ സീറോ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വസ്തു ഇവിടുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി, പോയി തിരിച്ച് ആ വസ്തു സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ എത്തി. ഇവിടെ നിന്നാണ് എയിൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, എയിൽ തന്നെ തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ സ്ഥാനാന്തരം 0 ആണ് എന്ന് പറയാം. പക്ഷെ ദൂരം 0 ആണോ? അല്ലല്ലോ, ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടല്ലേ തിരിച്ചു വന്നേ. അപ്പോൾ ദൂരം 0 അല്ല, പക്ഷെ സ്ഥാനാന്തരം 0 ആണ്. അപ്പോൾ സ്ഥാനാന്തരം എങ്ങനെയാണ് 0 വന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ കൂടി, ഒരു കണക്ഷൻ, ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻ പോലെ കൊടുക്കാൻ പറ്റും. ദൂരം എപ്പോഴും സ്ഥാനാന്തരത്തിനേക്കാളും വലുതായിരിക്കും. അതായത് ഇവിടെ നമ്മളിപ്പം പറഞ്ഞു സ്ഥാനാന്തരം 0 ആണ്. ഒരു സ്ഥലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ തിരിച്ചെത്തുമ്പോൾ സ്ഥാനാന്തരം 0 ആണെന്ന് പറഞ്ഞു. പക്ഷെ ദൂരം 0 ആയിരുന്നോ? അല്ല, ഇത്രയും സഞ്ചരിച്ചിട്ടാണ് എത്തിയത്. അപ്പോൾ ദൂരം വലുതാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അതുപോലെ ഈക്വലും ആവാം. എപ്പോഴാണ് ദൂരവും സ്ഥാനാന്തരവും ഈക്വൽ ആവുന്നത്? ഇവിടെ ഇപ്പം ഒരു പോയിന്റ് എ, ബി, സോറി ആവശ്യം കുറച്ച് കൂടിപ്പോയാ, ബി ഫസ്റ്റ് ഇങ്ങനെ നേർരേഖയിൽ സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കാം. ഇതാണ് വഴി, ഈ ഒരു വഴിയേ ഉള്ളൂ, നേർരേഖയിൽ സഞ്ചരിക്കാം. അപ്പോൾ ദൂരം എത്രയാ? ഇതല്ലേ ഇതിൻ്റെ ദൂരം. ഫോർ എക്സാമ്പിൾ ഇതൊരു 6 മീറ്റർ ആണെന്ന് വിചാരിക്കും. ഈ 6 മീറ്ററിലെ ദൂരം. അതേപോലെ സ്ഥാനാന്തരം എന്താ? നേർരേഖാ ദൂരം തന്നെയല്ലേ സ്ഥാനാന്തരം. അപ്പോൾ ഇവിടെ ദൂരവും 6 മീറ്റർ ആണ്, സ്ഥാനാന്തരവും 6 മീറ്റർ ആണ്. അതുകൊണ്ട് ദൂരവും സ്ഥാനാന്തരവും ഈക്വൽ ആവും. പക്ഷേ സ്ഥാനാന്തരം ഒരിക്കലും ദൂരത്തിനേക്കാളും ചെറുതാവില്ല. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ദൂരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്ഥാനാന്തരം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കാനുള്ളത്, നമ്മളിപ്പം ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പഠിച്ചു. അതുപോലെ വേഗതയും പ്രവേഗവും. കുറേ ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ടോപ്പിക്കാണ്, പക്ഷേ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സമയത്തിന് സഞ്ചരിച്ച ആകെ ദൂരത്തിനെയാണ് നമ്മൾ വേഗത എന്ന് പറയാം. വേഗത കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ദൂരം ബൈ സമയം. ദൂരം ബൈ സമയം, ദൂരം ഹരിക്കണം സമയം. ഇതാണ് വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു 100 മീറ്റർ സഞ്ചരിച്ചു എന്ന് വിചാരിക്കാം. 100 മീറ്റർ സഞ്ചരിക്കാൻ ഞാനെടുത്ത സമയം 20 സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. 20 സെക്കൻഡ്. ഓക്കെ, അതായത് ദൂരം 100 മീറ്റർ ആണ്. ആ 100 മീറ്റർ സഞ്ചരിക്കാൻ ഞാനെടുത്ത സമയം 20 സെക്കൻഡ് ആണ്.
അപ്പോൾ നമ്മൾ വേഗത എങ്ങനെ കണ്ടുപിടിക്കുക? ദൂരം ബൈ സമയം, അത്രയല്ലേ ഉള്ളൂ. 100-20 കൊണ്ട് ഹരിച്ചാൽ 5. യൂണിറ്റ് എന്താ കൊടുക്കുക? മേലെ മീറ്റർ ഉണ്ട്, താഴെ സെക്കൻഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എഴുതി കൊടുത്താൽ മതി, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് അതിൻ്റെ വേഗത കിട്ടി. അതായത് ഈ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും? ഒരു സെക്കൻഡിൽ ഞാൻ 5 മീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരമാണോ കൊടുത്തേക്കുന്നത്? അതാണ് ഈ വേഗത എന്ന് പറയുന്നത്. നമ്മൾ ഒരു സെക്കൻഡിലോ ഒരു മിനിറ്റിലോ ഒരു മണിക്കൂറിലോ ഒക്കെ സഞ്ചരിക്കുന്ന ആ ഒരു ദൂരത്തിൻ്റെ അളവിനെയാണ് നമ്മൾ വേഗത എന്ന് പറയാം. ഓക്കെ, ഈ ഇപ്പോൾ ഒരു മിനിറ്റിൽ സഞ്ചരിച്ച ദൂരം, ഒരു മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരം എന്നൊക്കെ കിലോമീറ്റർ പെർ അവർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, അതുപോലെ ഒരു സെക്കൻഡിൽ ഇത്ര മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, നമ്മൾ ഈ ഒരു മിനിറ്റ് 1 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യൂണിറ്റ് സമയം എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും അർത്ഥമുള്ളൂ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരം, അതായത് ഒരു സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിച്ചു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താ? 100 മീറ്റർ ഞാൻ സഞ്ചരിക്കുന്നു, അതിനടുത്ത സമയം 20 സെക്കൻഡ് ആണെങ്കിൽ എൻ്റെ വേഗത എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ദൂരം ബൈ ടോട്ടൽ സമയം, ആകെ ദൂരം ബൈ ആകെ സമയം. അപ്പോൾ ഇങ്ങനെ 100 മീറ്റർ ബൈ 20 സെക്കൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ 5 മീറ്റർ ദൂരം സഞ്ചരിച്ചു എന്ന് കിട്ടും. അതേപോലെ തന്നെ പ്രവേഗത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രവേഗം എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ദൂരം ബൈ സമയം, ഇവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സ്ഥാനാന്തരം ബൈ സമയം, സ്ഥാനാന്തരം ബൈ സമയം. ഇനിയെല്ലാം നേരത്തെ പഠിച്ചത്, നേരത്തെ ഒരു ടേബിൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. നേരത്തെ നമ്മൾ ദൂരത്തിൻ്റെ കേസ് എന്താ പറഞ്ഞത്? സദിശമാണോ അദിശമാണോ? അദിശമല്ലേ? അതേപോലെ തന്നെയാണ് വേഗതയും, അദിശമാണ്. ദിശ പറയേണ്ട കാര്യമില്ല, ദിശയില്ല അതിന്. ഇനി പ്രവേഗമോ? പ്രവേഗം സദിശമാണ്. നേരത്തെ സ്ഥാനാന്തരം നമ്മൾ സദിശം തന്നെ പറഞ്ഞത്, അതുപോലെ ഇവിടെ പ്രവേഗം സദിശമാണ്. ഓക്കെ, ഇനിയുള്ളത് ദൂരം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദൂരം എപ്പോഴും പോസിറ്റീവാണ്, അതുപോലെ വേഗത എപ്പോഴും പോസിറ്റീവാണ്. ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്, പ്രവേഗം എന്ന് പറയുന്നത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. നേരത്തെ ഒരു ടേബിൾ അതേപോലെ ഓർത്തിരുന്നാൽ ഇത് എളുപ്പത്തിൽ കിട്ടി. ആ ഒരു നമ്മളൊരു ടേബിൾ എഴുതിയില്ലേ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. വേഗത നമ്മൾ നേരത്തെ എന്താ വരച്ചത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്ഥാനാന്തരമല്ലേ എഴുതി, ഇവിടെ പ്രവേഗം സെയിമാണ്. ഒരു ടേബിൾ പഠിച്ചാൽ 2 ടേബിളും കിട്ടി. അതാണ് അതിൻ്റെ ഒരു. ഓക്കെ, ഈ ഒരു ടേബിൾ ഓർത്തിരിക്കുക. മറ്റേ ആദ്യത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ കിട്ടും. അതിൽ വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ ഇത്രയും കാര്യങ്ങളെ നോക്കാനുള്ളൂ. ഇനി ചെറിയൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പം ഒരാളിവിടെ നിൽക്കുവാണ്. കയ്യിലൊരു കല്ലുണ്ട്, കല്ല് മുകളിലോട്ട് എറിയുന്നു, തിരിച്ച് താഴോട്ട് തന്നെ വരുന്നു, കയ്യിലോട്ട് തന്നെ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ കല്ലിൻ്റെ സ്ഥാനാന്തരം എത്രയാണ്? ഇയാൾ കല്ല് മുകളിലോട്ട് എറിഞ്ഞു, തിരിച്ച് കല്ല് കയ്യിലെത്തി. ഓക്കെ, അതായത് ഇങ്ങനെ പോയി തിരിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ തന്നെ എത്തി, അതായത് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത് സ്ഥാനാന്തരം 0 അല്ലേ? അപ്പോൾ തുടക്കത്തിൽ തന്നെ എൻഡും ചെയ്ത് കഴിഞ്ഞാൽ സ്ഥാനാന്തരം 0. ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തുല്യമായി കഴിഞ്ഞാൽ സ്ഥാനാന്തരം 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കല്ല് ഇയാൾ എറിഞ്ഞു നേരെത്തി തിരിച്ചു വന്നു, സ്ഥാനാന്തരം 0. ഇനി ഞാൻ ഒരു ചോദ്യമായിട്ടത് ചോദിക്കാം. ഒരാൾ ഒരു കല്ല് 8 മീറ്റർ മുകളിലോട്ട് എറിഞ്ഞു. 8 മീറ്റർ. ഓക്കെ, അപ്പോൾ 8 മീറ്റർ മുകളിലോട്ട് എറിഞ്ഞു. മുകളിൽ എത്തുമ്പോഴുള്ള സ്ഥാനാന്തരവും ദൂരവും എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഒരാൾ ഒരു കല്ല് മുകളിലോട്ട് 8 മീറ്റർ മുകളിലോട്ട് എറിഞ്ഞു, മുകളിൽ എത്തുമ്പോഴുള്ള സ്ഥാനാന്തരവും ദൂരവും കണ്ടുപിടിക്കാം. ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കുന്നു, കയ്യിൽ കല്ലുണ്ട്, കല്ലെറിഞ്ഞു. എത്ര മീറ്റർ പോയി? 8 മീറ്റർ പോയി. അപ്പോൾ ആദ്യസ്ഥാനം ഇത്, അന്ത്യസ്ഥാനം ഇത് അല്ലേ? മുകളിൽ എത്തുമ്പോഴുള്ള സ്ഥാനാന്തരവും ദൂരവും അല്ലേ നമ്മളോട് ചോദിച്ചേ? ആദ്യസ്ഥാനം ഇത്, അന്ത്യസ്ഥാനം ഇത്. എത്ര ദൂരം സഞ്ചരിച്ചു ഇവിടെ നിന്ന് ഇവിടെ വരെ? 8 മീറ്റർ. ദൂരം 8 മീറ്റർ. സ്ഥാനാന്തരം എത്രയാ? സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖ ദൂരം, അതും 8 മീറ്റർ. സ്ഥാനാന്തരം 8 മീറ്റർ, ദൂരം 8 മീറ്റർ. ഓക്കെ, അത് കിട്ടിയല്ലോ. ഇനി ചോദ്യത്തിൻ്റെ ബാക്കി, ഈ കല്ല് തിരിച്ച് അയാളുടെ കയ്യിൽ എത്തുമ്പോഴുള്ള
കയ്യിലെത്തുമ്പോഴുള്ള ദൂരവും സ്ഥാനാന്തരവും എത്ര? അതാണ് അടുത്ത ചോദ്യം. അപ്പം അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ദൂരം കണ്ടുപിടിക്കാം. കല്ല് മുകളിലോട്ട് എറിഞ്ഞു, അതായത് ഇവിടുന്ന് ഇവിടം വരെ 8 മീറ്റർ പോയി. തിരിച്ച് കയ്യിലേക്ക് വരണം, വീണ്ടും 8 മീറ്റർ താഴോട്ട് സഞ്ചരിക്കണം അല്ലേ? അപ്പോൾ ദൂരം എത്രയാ? 8 + 8 = 16 മീറ്റർ. അതായത് ഒരു കല്ല് എറിഞ്ഞ് തിരിച്ച് കയ്യിൽ വരുമ്പോൾ, ഞാൻ ഈ പേന എറിഞ്ഞ് തിരിച്ച് കയ്യിൽ വരുമ്പോൾ മേളിലോട്ട് സഞ്ചരിച്ചു, അതേ ദൂരം തന്നെ താഴോട്ട് സഞ്ചരിച്ചു. അതാണ് ഞാൻ ഈ ഏഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ 16 മീറ്റർ ദൂരം സഞ്ചരിച്ചു. ഇനി അതിൻ്റെ സ്ഥാനാന്തരമോ? സ്ഥാനാന്തരം ഇവിടെയാണ് ആദ്യ സ്ഥാനം, അന്ത്യസ്ഥാനവും ഇവിടെ തന്നെയാണ് അല്ലേ? രണ്ടും ഒരേ പോയിന്റിലാണ്. അപ്പം നേർരേഖാ ദൂരം ഉണ്ടോ അവിടെ? സ്ഥാനാന്തരം ഉണ്ടോ അവിടെ? ഇല്ലല്ലോ, 0 അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴല്ല, ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനലും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കാം. അതിലൂടെ ആയിരിക്കും ബാക്കി ക്വസ്റ്റ്യൻ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നത്.